നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ്. പാലക്കാട് നഗരസഭയിലേക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി നിർണയം മുമ്പെങ്ങുമില്ലാത്ത വിധം ഐക്യത്തോടെയെന്ന് നേതാക്കൾ. കാൽനൂറ്റാണ്ടിലേറെ കാലം കൗൺസിലർമാരായിരുന്നവരെ ഒഴിവാക്കിയും പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയും BJPയുടെ പാലക്കാട് നഗരസഭാ സ്ഥാനാർത്ഥി പട്ടിക. മണ്ണൂരിൽ സീറ്റ് വിഭജനത്തിൽ CPM CPI തർക്കം. കൈപ്പറമ്പിൽ വനിതാ വാർഡ് മെമ്പറുടെ വീടിനു നേരെ ആക്രമണം ഉണ്ടായത് 16-ാം വാർഡ് മെമ്പറും നിലവിൽ 18-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയുമായ അഖിലയുടെ വീടിനു നേരെ. തൃശൂരിൽ മുളകുപൊടിയെറിഞ്ഞ് കവർച്ച. അംഗൻവാടി ജീവനക്കാരിയുടെ 3 പവൻ മാല കവർന്നു. പ്രസിദ്ധമായ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് തുടക്കം. പ്രശസ്ത സംഗീതജ്ഞരടക്കം 3000-ഓളം പേർ 15 ദിവസങ്ങളിലായി സംഗീതാർച്ചന നടത്തും. സംഗീതോത്സവം ഏകാദശി ദിനമായ ഡിസംബർ 1 വരെ. വാർത്തകൾ വിശദമായി. പാലക്കാട് നഗരസഭയിലേക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. UDFിലും കോൺഗ്രസിലും മുമ്പെങ്ങുമില്ലാത്ത വിധം ഐക്യത്തോടെയാണ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചതെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, VK ശ്രീകണ്ഠൻ MP, KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ എന്നിവർ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ തലത്തിലും ചർച്ചകൾക്ക് ശേഷമാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിലും നഗരസഭയിലും മാറ്റമുണ്ടാകും. വിജയം മാത്രമാണ് ലക്ഷ്യം. എന്നാൽ ഇതിനായി വർഗീയ ശക്തികളുമായി ഒരു തരത്തിലും കൂട്ടുകൂടില്ല. സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തു കൂടിയാവും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്നും നേതാക്കൾ പറഞ്ഞു. 31 ഡിവിഷനുകളിലേക്കാണ് കോൺഗ്രസ് ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നത്. 6-ാം ഡിവിഷനായ കോങ്ങാടും 24-ാം ഡിവിഷനായ വാണിയംകുളത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇത് ഉടനെയുണ്ടാകും. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ 6 ഇടങ്ങളിൽ മുസ്ലിം ലീഗും ഒരിടത്ത് CMPയുമാണ് മത്സരിക്കുന്നത്. പാലക്കാട് നഗരസഭയിൽ നേരത്തെ പ്രഖ്യാപിച്ച 14 വാർഡിനു പുറമെ 16 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ കൂടി ഇന്നലെ പ്രഖ്യാപിച്ചു. ബാക്കി വരുന്ന 10 വാർഡുകളിലും വൈകാതെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്നും നേതാക്കൾ അറിയിച്ചു. നഗരസഭയിലെ ശേഷിക്കുന്ന വാർഡുകളിൽ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടിയതുകൊണ്ടാണ് പ്രഖ്യാപനം വൈകുന്നതെന്ന് VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് 53 സീറ്റുണ്ട് പാലക്കാട് നഗരസഭയിൽ. 10 സീറ്റ് മത്സരിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണ്. ബാക്കി 43 സീറ്റും UDFിൽ കോൺഗ്രസ് ആണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. അതിൽ 30 സീറ്റും യുനാനിമസ് ആയി. അവിടെയും ചില ആളുകൾ ഒന്നും കൂടുതൽ ആഗ്രഹമുള്ള സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ജയസാധ്യതയുള്ള വാർഡുകളിൽ മത്സരിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ എണ്ണം കൂടും. അതെല്ലാം പരമാവധി ചർച്ച ചെയ്ത് പരിഹരിച്ചാണ് ഈ 30 സീറ്റും തീരുമാനിച്ചത്. 5 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ കുറച്ച് അഭിപ്രായ വ്യത്യാസമുള്ളത്. ജനാധിപത്യ പാർട്ടിയാണ്. 3-4 പേര് മത്സര രംഗത്തുണ്ട്. അപ്പൊ അവർക്കൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ഒരാളെ തീരുമാനിക്കുമ്പോൾ അതിൽ നിഷ്പക്ഷമായി തീരുമാനിക്കേണ്ട ചില മാനദണ്ഡങ്ങൾ KPCC പറഞ്ഞു. KPCC നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചായിരിക്കും ഇവിടങ്ങളിൽ അന്തിമമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. അർഹരായ എല്ലാവർക്കും പരിഗണന നൽകിയിട്ടുണ്ട്. കോർ കമ്മിറ്റി ചർച്ച ചെയ്ത ശേഷം 5 അംഗ സമിതി ഐക്യകണ്ഠേനയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റുമാരെയും മണ്ഡലം പ്രസിഡന്റുമാരെയും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഇടങ്ങളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചത്. UDF ഈ തെരഞ്ഞെടുപ്പിൽ അഭൂതപൂർവമായ മുന്നേറ്റമുണ്ടാക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. വർഗീയ ശക്തികളുമായി രഹസ്യമായോ പരസ്യമായോ കൂട്ടുകൂടാൻ UDF തയ്യാറല്ല. വർഗീയതയെ ചെറുത്തു തോൽപ്പിക്കുകയും അഴിമതി ഭരണം തുടച്ചു നീക്കുകയുമാണ് UDFിന്റെ ലക്ഷ്യമെന്ന് DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, VK ശ്രീകണ്ഠൻ MP, KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ എന്നിവർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സീറ്റ് വിഭജന കാര്യത്തിൽ മണ്ണൂരിൽ CPIM-ഉം CPIയും തമ്മിൽ തർക്കം. CPI ഇല്ലാതെ LDF കൺവെൻഷൻ മണ്ണൂരിൽ. ആരുടെയും മുന്നിൽ ഒരു അടിയറവും വയ്ക്കില്ലെന്നും 1 ഇഞ്ച് പുറകോട്ട് പോകില്ലെന്നും കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. കൺവെൻഷനിൽ 15 വാർഡുകളിൽ 5 വാർഡുകൾ ഒഴിവാക്കി LDF സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. നിങ്ങളും കൂടി കേരളം, പക്ഷേ ഞങ്ങളുടെ വകുപ്പ് നോക്കി ഇങ്ങനെ വിലപേശരുത്. ഞങ്ങൾക്കറിയാം നിങ്ങളെ എങ്ങനെ സംരക്ഷിക്കണം. ഞങ്ങളുടെ ജീവനക്കാർ, ഞങ്ങളുടെ കൂടെയുള്ളവരെ സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് ഞങ്ങളെ എന്നുള്ളത് കൊണ്ട് ആ കാര്യം, ആ കർത്തവ്യം ഞങ്ങൾ മണ്ണൂർ പഞ്ചായത്തിൽ നിർവഹിക്കും. അതുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് പോവുക. അതിന് ആ
രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയണം. ഇനി അതല്ല, ചില ആളുകളുടെ വ്യക്തി താല്പര്യത്തിന്റെ പുറത്ത് ഞങ്ങളെ അങ്ങനെ അട്ടിമറിക്കാം എന്നൊക്കെ ധരിച്ചാൽ അങ്ങനെയൊന്നും അട്ടിമറിക്കാൻ സാധിക്കില്ല. CPIയെ പേരെടുത്ത് പറയാതെ തന്നെയായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ ഈ വാക്കുകൾ. 15 വാർഡുകളിൽ 5 വാർഡുകൾ ഒഴിച്ച് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത അധ്യക്ഷത വഹിച്ചു. നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA അബ്ദുള്ള, ജില്ലാ കമ്മിറ്റി അംഗം M ഹംസ, ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, K സുരേഷ്, OV സ്വാമിനാഥൻ എന്നിവർ സംസാരിച്ചു. LDF സ്ഥാനാർത്ഥി പട്ടിക ഇങ്ങനെ: വാർഡ് 3 പൊട്ടുപാറ K ശ്രീദേവി, വാർഡ് 4 കിഴക്കുംപുറം SJN നജീബ് NCP, വാർഡ് 6 പറയങ്കോട് TR ശശി, വാർഡ് 7 പേഴുങ്കാട് കൃപേഷ് കുമാർ, വാർഡ് 8 ഒന്നാം മൈൽ PS അബ്ദുൽ മുത്തലീഫ്, വാർഡ് 9 പത്തിരിപ്പാല TH ഹസീന, വാർഡ് 12 അരിമ്പൻകുളങ്ങര സൗമ്യ സജീഷ്, വാർഡ് 13 നെല്ലിക്കാട് PV നീതു, വാർഡ് 14 പെരടിക്കുന്ന് ജയന്തി ടീച്ചർ, വാർഡ് 15 ചേറുംപാല വിശ്വൻ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ. ബ്ലോക്ക് പഞ്ചായത്ത് തടുക്കശ്ശേരി ഡിവിഷൻ M ഉണ്ണികൃഷ്ണൻ, മണ്ടൂർ ഡിവിഷൻ ധന്യ മണികണ്ഠൻ, ജില്ലാ പഞ്ചായത്ത് കോങ്ങാട് ഡിവിഷനിൽ PR ശോഭനയെയും സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു. മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഷാളിട്ട് ആദരിച്ചു. വരും ദിവസങ്ങളിൽ തർക്കം പരിഹരിക്കാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കാൽനൂറ്റാണ്ടിലേറെ കാലം കൗൺസിലർമാരായിരുന്നവരെ ഒഴിവാക്കിയും പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയും BJPയുടെ പാലക്കാട് നഗരസഭ സ്ഥാനാർത്ഥി പട്ടിക. തുടർഭരണമാണ് ലക്ഷ്യമെന്ന് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. തന്റെ സ്ഥാനാർത്ഥിത്വം മാധ്യമ സൃഷ്ടിയാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിന് മുന്നേ തന്നെ പാലക്കാട് നഗരസഭയുടെ ചെയർമാൻ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പേര് ഉൾപ്പെടെ ചർച്ച ചെയ്തുകൊണ്ട് മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു. ഇന്ന് ഈ നിമിഷത്തില് കഴിഞ്ഞ കുറേ ദിവസമായി മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി പാലക്കാട് ജില്ലയിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ പാലക്കാട് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ള വിവരം സന്തോഷത്തോടുകൂടി മുഴുവൻ ആളുകളുടെയും വ്യക്തമാക്കാൻ 53 സീറ്റുള്ള നഗരസഭയിൽ 52 BJPയും 1 BDJSുമാണ് മത്സരിക്കുന്നത്. 25 വർഷത്തിലേറെ കാലം കൗൺസിലറായിരുന്ന N ശിവരാജൻ, നിലവിലെ ചെയർപേഴ്സൺ എന്നിവരാണ് മത്സരരംഗത്ത് നിന്നും മാറിയത്. നിലവിലെ കൗൺസിലർമാരായ P സാബു, V നടേശൻ, KV വിശ്വനാഥൻ എന്നിവർക്കും സീറ്റ് നൽകിയിട്ടില്ല. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് E കൃഷ്ണദാസ്, P സ്മിതേഷ്, മിനി കൃഷ്ണകുമാർ, T ബേബി തുടങ്ങിയവർ വീണ്ടും ജനവിധി തേടുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ, N ശിവരാജൻ, അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, സ്മിതേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ കൈപ്പറമ്പിൽ വനിതാ വാർഡ് മെമ്പറുടെ വീടിനു നേരെ ആക്രമണം. 16ാം വാർഡ് മെമ്പർ അഖില പ്രസാദിന്റെ വീടിനു നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇത്തവണ CPM 18ാം വാർഡ് സ്ഥാനാർത്ഥി കൂടിയാണ് നേരത്തെ 16ാം വാർഡ് മെമ്പറായിരുന്ന അഖില പ്രസാദ്. കഴിഞ്ഞ ദിവസം അപരിചിതരായ 2 പേർ വീട്ടിലെത്തി മത്സരരംഗത്ത് നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇതോടെ അഖില പ്രസാദ് പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഇതിന് പിന്നാലെയാണ് ആക്രമണം. പുലർച്ചെയാണ് വീടിന് നേരെ ആക്രമണമുണ്ടായത്. വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടറും സൈക്കിളും ജനൽ ചില്ലുകളും ചെടിച്ചട്ടികളും അക്രമികൾ തകർത്തു. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ അമ്പലപ്പാറ റോഡിൽ അകവണ്ട ഇറക്കത്തിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് പിറകിൽ വന്നിരുന്ന കാറിന് മുകളിലേക്ക് മറിഞ്ഞു. കാർ യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വേങ്ങശ്ശേരിയിൽ നിന്നും പ്ലാസ്റ്റിക് ആക്രി സാധനങ്ങളുമായി മധുരയ്ക്ക് പോകുന്ന ലോറിയാണ് മറിഞ്ഞത്. മണ്ണൂർ അമ്പലപ്പാറ റോഡിൽ അകവണ്ട ഇറക്കത്തിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് പുറകിലോട്ട് നീങ്ങി തലകീഴായി മറിഞ്ഞു. പിറകോട്ട് വന്ന ലോറി തൊട്ടുപിറകെ വന്ന കാറിൻ്റെ മുകളിലേക്കാണ് മറിഞ്ഞത്. കാറിലുണ്ടായിരുന്ന ആനക്കല സ്വദേശി മോഹനൻ, ലോറി ഡ്രൈവർ മധുര സ്വദേശി ജയകുമാർ എന്നിവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാറും ലോറിയും തകർന്നു. തിങ്കളാഴ്ച വൈകിട്ട് 7:30യോടെയാണ് അപകടം. വേങ്ങശ്ശേരിയിൽ നിന്നും പ്ലാസ്റ്റിക് ആക്രി സാധനങ്ങളുമായി മധുരയ്ക്ക് പോകുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വേങ്ങശ്ശേരി ഭാഗത്തു നിന്നും കൊട്ടക്കുന്ന് ആനക്കല്ലിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കാർ. ഇതോടെ ഈ റൂട്ടിലെ ഗതാഗതം മണിക്കൂറോളം തടസ്സപ്പെട്ടു. നാട്ടുകാരും മങ്കര പോലീസും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
തൃശൂരിൽ മുളകുപൊടിയെറിഞ്ഞ് കവർച്ച. വൈന്തലയിലാണ് മുളകുപൊടിയെറിഞ്ഞ് മാല കവർന്നത്. അംഗൻവാടി ജീവനക്കാരിയുടെ 3 പവൻ മാലയാണ് കവർന്നത്. മാല കവർന്ന 3-അംഗ സംഘത്തിലെ യുവതിയെ അംഗനവാടി ജീവനക്കാരിയായ മോളി ജോർജ് തിരിച്ചറിഞ്ഞിരുന്നു. മോളിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിച്ചു. വൈന്തല സ്വദേശിയായ അഞ്ജനയും 2 പുരുഷ സുഹൃത്തുക്കളുമാണ് പിടിയിലായത്. ഒരാൺ സുഹൃത്തിന് പ്രായപൂർത്തിയായിട്ടില്ല. ലഹരി ഉപയോഗിക്കാനുള്ള പണത്തിനായാണ് മോഷണമെന്നാണ് പ്രാഥമിക നിഗമനം. ഭയങ്കര പാടത്ത് വെച്ച് 2-3 അവിടെ ഒരു പറമ്പിൽ 3 പേര്, 2 പയ്യനും ഒരു പെൺകുട്ടിയോടെ വർത്താനം പറയണത് കണ്ടു. അത് കഴിഞ്ഞ് 3 വണ്ടികൾ വന്നപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ സൈഡ് ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് വണ്ടി പോയതിന് ശേഷം അതിലൊരു പയ്യൻ പിന്നാലെ വന്നുകൊണ്ട് ഇങ്ങനെ വന്ന് അത് ഫോൺ ചെയ്തോണ്ട് വന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കടാ ഞാൻ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ ഫോൺ ചെയ്ത് വരണ്ടായിരുന്നു. അങ്ങനെ അത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇങ്ങനെ മുളക് പൊടി ഇങ്ങനെ കണ്ണിലേക്ക് ഇട്ടുകൊണ്ട് പിന്നീട് പൊട്ടിച്ചിട്ട് പോവാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര കൂട്ടുപാതയിൽ പോലീസ് സ്റ്റേഷന് സമീപമുള്ള പൊതുകിണർ കാടുമൂടി നശിക്കുന്നു. പ്രദേശത്തുകാരുടെയും സമീപത്തെ ഹെൽത്ത് സെന്ററിനും കുടിവെള്ളത്തിന് ആശ്രയമായ കിണറാണ് ഇത്. ആവശ്യാനുസരണം വെള്ളമുള്ള കിണറാണിത്. വേനലിൽ പോലും വറ്റാത്ത കിണറാണിത്. സമീപത്തെ ഹോട്ടലുകൾ പോലും ഈ വെള്ളത്തെയാണ് ആശ്രയിക്കുന്നത്. കാട് മൂലം കിണറിന് അടുത്തേക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ചുറ്റും കാട് മൂടിയതോടെ ഇഴജന്തുക്കളുടെ താവളം കൂടിയായി മാറി. ചുറ്റും കാട് വെട്ടി കിണർ ശുചീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രസിദ്ധമായ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് തുടക്കമായി. ശ്രീകോവിലിൽ നിന്നും പകർന്നെത്തിച്ച അഗ്നി സംഗീതോത്സവ മണ്ഡപമായ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ നിലവിളക്കിലേക്ക് തന്ത്രി ചേനാസ് ദിനേശ്വരൻ നമ്പൂതിരിപ്പാട് പകർന്നതോടെ ക്ഷേത്ര നാഗസ്വരം തകിൽ കലാകാരന്മാർ മംഗളവാദ്യ സമർപ്പണം നടത്തി. സംഗീതോത്സവ സബ് കമ്മിറ്റി അംഗങ്ങളായ വൈക്കം വേണുഗോപാൽ, തിരുവിഴ ശിവാനന്ദൻ, ഗുരുവായൂർ മണികണ്ഠൻ, ആനയടി പ്രസാദ്, ചെമ്പൈ സുരേഷ് എന്നിവർ ഒരുമിച്ചിരുന്ന് വാതാപി ഗണപതി ആലപിച്ചു. പ്രൊഫസർ എസ് ഈശ്വരവർമ്മ വയലിനിലും എൻ ഹരി മൃദംഗത്തിലും പക്കമേളമൊരുക്കി. തുടർന്ന് അയ്യന്തോൾ സ്വദേശി അദ്രിജ സിബിയുടെ കീർത്തനത്തോടെ സംഗീതാർച്ചനയും ആരംഭിച്ചു. പ്രശസ്ത സംഗീതജ്ഞരടക്കം 3000-ഓളം പേർ 15 ദിവസങ്ങളിലായി സംഗീതാർച്ചന നടത്തും. എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെ സ്പെഷ്യൽ കച്ചേരിയും ഉണ്ടാകും. ഏകാദശി ദിവസമായ ഡിസംബർ 1-ന് സംഗീതോത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂർ കുഴുക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നടന്ന നിറമാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. നിറമാലയോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്ര നയനമനോഹരമായി. കുഴക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം തിങ്കളാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾ നടന്നു. തുടർന്ന് വൈകിട്ട് ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ നിന്നും കുഴക്കോട്ടുകാവിലേക്ക് ഘോഷയാത്രയും ഉണ്ടായിരുന്നു. ഗജവീരന്മാർ, വാദ്യമേളങ്ങൾ, പൂക്കാവടികൾ എന്നിവയോടുകൂടിയ ഘോഷയാത്ര ടൗൺ ചുറ്റിയ ശേഷം ക്ഷേത്രത്തിൽ സമാപിച്ചു. നിരവധി ഭക്തർ മഹോത്സവത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ തെരഞ്ഞെടുപ്പ്. പാലക്കാട് നഗരസഭയിലേക്കും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി നിർണയം മുമ്പെങ്കുമില്ലാത്ത വിധം ഐക്യത്തോടെയെന്ന് നേതാക്കൾ. 4 നൂറ്റാണ്ടിലേറെ കാലം കൗൺസിലർമാരായിരുന്നവരെ ഒഴിവാക്കിയും പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയും ബിജെപിയുടെ പാലക്കാട് നഗരസഭാ സ്ഥാനാർത്ഥി പട്ടിക. മണ്ണൂരിൽ സീറ്റ് വിഭജനത്തിൽ CPM CPI തർക്കം.
കൈപ്പറമ്പിൽ വനിതാ വാർഡ് മെമ്പറുടെ വീടിനു നേരെ ആക്രമണം ഉണ്ടായത് 16-ാം വാർഡ് മെമ്പറും നിലവിൽ 18-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയുമായ അഖിലയുടെ വീടിനു നേരെ. തൃശൂരിൽ മുളകുപൊടിയെറിഞ്ഞ് കവർച്ച. അംഗൻവാടി ജീവനക്കാരിയുടെ 3 പവൻ മാല കവർന്നു. പ്രസിദ്ധമായ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന് തുടക്കം. പ്രശസ്ത സംഗീതജ്ഞരടക്കം 3000-ഓളം പേർ 15 ദിവസങ്ങളിലായി സംഗീതാർച്ചന നടത്തും. സംഗീതോത്സവം ഏകാദശി ദിനമായ ഡിസംബർ 1 വരെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.